1201 ആണ്ടത്തെ വാർഷിക ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെയാണ്. 8 വയസ്സ് വരെയുള്ള ചില രോഹിണി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള സർജറികൾ നടക്കേണ്ട സാധ്യതയുണ്ട്. രോഗം മൂലം വന്ന സർജറികൾ നടക്കേണ്ട സാധ്യതയുണ്ട്. ശത്രുക്കൾ ശല്യപ്പെടുത്താം. ശ്വാസം മുട്ടൽ, അലർജി, കഫത്തിൻ്റെ ഉപദ്രവം എന്നിവ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. രക്തത്തിൽ അണുബാധ മൂലമുള്ള രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അച്ഛനും അമ്മയും കൂടി വഴക്കും ബഹളവും ഉണ്ടാവുകയും പിണങ്ങിയിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായേക്കാം. അഗ്നിയിൽ നിന്നോ കറണ്ടിൽ നിന്നോ തീപ്പൊള്ളലേക്കേണ്ട സാധ്യതയും കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള ചില രോഹിണി നക്ഷത്രക്കാർക്ക് ധർമ്മകാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക മൂലം, അതായത് ധർമ്മത്തിൻ്റെ ഇപ്പോൾ പൂജകളോ ഈശ്വര ആരാധനകളോ പാവങ്ങളെ സഹായിക്കാണ്ടിരിക്കലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും രീതിയിൽ മുടക്കം വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ദൂരദേശ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. കലഹം എന്നിവ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് പരാതി, കോടതി കേസുകളൊക്കെ ഉണ്ടാവേണ്ട സാധ്യത കാണുന്നു. എരിവ് ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, വളരെയധികം എരിവ് ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും ഈ സമയം നല്ലത്. സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ മരണമോ അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥ, കോമാ സ്റ്റേജ് പോലുള്ള അവസ്ഥകൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നു. ധനനഷ്ടം വരുന്നതിനുള്ള സാധ്യതയും കാണുന്നു. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ചില രോഹിണി നക്ഷത്രക്കാർക്ക് അനുഭവിച്ചു കൊണ്ടിരുന്ന ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക്, അതായത് കഷ്ടപ്പാടുകൾക്ക് ശാന്തി ലഭിക്കുന്നു. അതിന് പരിഹാരമായി പല ഗുണഫലങ്ങളും ഏറെ ലഭിക്കുന്നു. വിവാഹം നടക്കാം, നല്ല ഇണയെ ലഭിക്കാം, നല്ല മിത്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം, നല്ല രോഗങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും ലഭ്യമാകാം. പൊതുവെ നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം അതെല്ലാം നിർത്തിവെക്കാം. പിന്നെ പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന വർഷമാണ്. അതിൽ സ്ഥാനക്കയറ്റം ലഭിക്കാം. അങ്ങനെ കുറേ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. വിവാഹഭാഗ്യം, സന്താന ഭാഗ്യമൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള ചില രോഹിണി നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. ചെയ്യാത്ത തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. പോലീസ് പരാതി, കോടതി കേസുകൾ എന്നിവ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കാണുന്നു. ശ്രദ്ധിക്കുക. ആരും സഹായത്തിനില്ലാത്ത ഒരു അവസ്ഥയും വരാനുള്ളൊരു സാധ്യതയുണ്ട്. ധനം വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വരവ് കുറയാം. ധാന്യങ്ങൾക്കും, അതായത് വിളകൾക്ക്, വിളധാന്യങ്ങൾക്കൊക്കെ കുറവ് വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഇണയുടെ മരണമോ അല്ലെങ്കിൽ വേർപിരിഞ്ഞു പോക്കലോ വളരെ ദുഃഖമുണ്ടാക്കാം. വാതരോഗം അല്ലെങ്കിൽ ഹൃദയത്തിന് അസുഖം, അലർജി, ശ്വാസമുട്ടൽ എന്നിവയുള്ളവർക്ക് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു സമയമാണിത്. ശനീശ്വര പൂജയോ മൃത്യുഞ്ജയ പൂജയോ ചെയ്ത് ഭഗവാനെ ശരണം പ്രാപിക്കുക. പാവപ്പെട്ടവർക്ക് അന്നദാനം, ധനസഹായം എന്നിവ ചെയ്യുക. അപ്പോൾ ഏറെക്കുറെ ഈ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. മദ്യസേവ ഒഴിവാക്കുക, അത് നല്ലതായിരിക്കും. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള ചില രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. അവർക്ക് മനസ്സമാധാനവും ശരീരത്തിന് ആരോഗ്യവും എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. പിന്തുടരുന്ന അസുഖങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും അസുഖത്താൽ ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ വാദത്തിൻ്റെയോ അലർജി, ശ്വാസമുട്ടൽ അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും. ധർമ്മപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ ചെയ്യും. 78 വയസ്സിന് മുകളിലുള്ള ചില രോഹിണി നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനം, ധാന്യം എന്നിവയുടെ വരവ് കുറയാം. മരണമോ അതിന് തുല്യമായിട്ടുള്ള അവസ്ഥകളോ, അതായത് കോമാ സ്റ്റേജോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരണമെന്നുള്ളൊരു സാഹചര്യം കാണുന്നു. ഇണയുടെ നാശം, അതായത് ദമ്പതിമാരിൽ ആരെങ്കിലും മരണപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ജ്യോതിഷ പണ്ഡിതനെ നിങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം ജാതക പരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം വേണ്ടുന്ന പൂജകൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ കുറേ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വരാനിരിക്കുന്ന നന്മ തിന്മകളെയാണ്. വരും കാലങ്ങളിൽ തിന്മകളാണെങ്കിൽ അതിന് മുൻകരുതൽ എടുക്കാൻ വേണ്ടിയാണ് ഗ്രഹങ്ങൾ അത് സൂചിപ്പിക്കുന്നത്.
കഴിയുന്നതും പാവങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചെയ്യുക. അപ്പോൾ ജാതകദോഷങ്ങൾ മാറിക്കിട്ടും. സഹായിക്കുന്നത് അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കണം. ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം സകലവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.